ജീവനിൽ അറിവിൻ്റെ ആരംഭവും രൂപപരിണാമവും. യഥാർത്ഥമായും നിലനിൽക്കുന്നതും എന്നാൽ അദൃശ്യവും ഊർജവുമായ പ്രകാശം, ആകർഷണ ബലം എന്നിവയിൽ നിന്ന് ജീവശേഷിയും അതുതന്നെ വികസിച്ച് ശരീരം എന്ന പ്രവർത്തനവും രൂപപ്പെട്ടു വന്നതുപോലെ തന്നെ വായുവിൻ്റെ പ്രാതിനിധ്യം എന്ന പദ്ധതിയിലൂടെ വായുവിൻ്റെ ദൃശ്യരൂപമാവും വിധം ഒരവയവം രൂപപ്പെട്ടു വരിക പ്രകൃതിയുടെ സ്വാഭാവികതയിലൂടെ തന്നെ സംഭവിക്കേണ്ടിയിരുന്നു. ചുറ്റുപാടുമുള്ള വായുവിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരുന്ന അവസ്ഥാ വ്യതിയാനങ്ങൾ ശരീരത്തിൽ നിരന്തരമായും ഏറ്റവുമധികം മർദ്ദത്തിലും അനുഭവിച്ച ഭാഗമായ നാസാരന്ധ്രങ്ങൾ വായുവിനെ അറിഞ്ഞ് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമായി ജീവന് വേണ്ടി ശരീരത്തിൽ വളർന്നു വന്നു എന്ന് മനസ്സിലാക്കാം. ജീവൻ ഉത്ഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആദിരൂപ കാരണമായി തീർന്ന നിക്ഷിപ്താവസ്ഥകളിൽ വായുപ്രവാഹം ചലനാത്മകത എന്ന കമ്പനമായി എത്തിപ്പെട്ടിരുന്നതുകൊണ്ട് ജീവിക്ക് ഒരു നിമിഷം പോലും വായുവില്ലാതെ ജീവിക്കാൻ സാധ്യമാവാതെ വരികയും ചെയ്തു. അനിവാര്യവും നിരന്തരവുമായ വായു സ്വീകരണത്തിനായി ഏറ്റവും യോജിച്ചത് ആർജിത രൂപം കൊണ്ട് തന്നെ ശരീരത്തിന്റെ മുൻഭാഗമായി വരികയും ചെയ്യുന്നു. ജീവൻ ഉത്ഭവിക്കുന്നതിന് മുമ്പും ജീവോൽപത്തിക്ക് ശേഷവും ശരീരത്തിൽ ഏറ്റവും അധികം വായു സാമീപ്യമേറ്റത് സൂര്യപ്രകാശം ഏറ്റിരുന്ന ഭാഗത്തു തന്നെയാണ്. സൂര്യപ്രകാശം ഏറ്റിരുന്ന ഭാഗത്തു തന്നെ വായു നിരന്തരമായി ലഭിക്കാൻ സാധ്യമായിരുന്നതുകൊണ്ട് ജീവി ജലത്തിൽ മുങ്ങി തലയുടെ അഗ്രഭാഗം മാത്രം വെള്ളത്തിന് മുകളിൽ എത്തിയാലും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകത്തക്ക വിധം മുൻഭാഗത്തു തന്നെ വായു സ്വീകരണത്തിനുള്ള നാസാരന്ധ്രങ്ങൾ രൂപപ്പെട്ടു വരുന്ന സ്ഥിതി ഉണ്ടാവുന്നു. എല്ലാറ്റിലും എല്ലായ്പ്പോഴും സൂര്യപ്രകാശം സ്വാധീനം ചെലുത്തുന്നുവെങ്കിലും വായു സ്വീകരണത്തിനുള്ള ഉപാധിയായി നാസാരന്ധ്രങ്ങൾ രൂപപ്പെടുന്നതിന് വേണ്ടി പ്രകാശ സ്വാധീനം കാര്യമായൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിചാരിക്കാവുന്നതാണ്. എന്നിരുന്നാലും ശരീരത്തിൽ പ്രകാശം ഏറ്റവും അധികം ഏൽക്കുന്നിടത്തല്ലാതെ നാസാരന്ധ്രങ്ങൾക്ക് രൂപപ്പെടുന്നതിന് സാധ്യമല്ലായിരുന്നു എന്നത് പ്രകാശത്തിന്റെ പരോക്ഷ സ്വാധീനത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു. മാത്രവുമല്ല, വായു എന്നത് അതിൻ്റെ പ്രത്യക്ഷ സ്വഭാവം കൊണ്ട് പ്രകാശം ആകുന്നില്ലെങ്കിലും നിരന്തരമായ പ്രകാശബന്ധത്താൽ നിക്ഷിപ്തമായ പ്രകാശ സൂക്ഷ്മ ഗുണവിശേഷമായി തീരാതിരിക്കാനും സാധ്യമാകുന്നില്ല. പ്രത്യക്ഷമായ സ്വാധീനം ഇല്ലെങ്കിൽ തന്നെ ഏതൊരവസ്ഥയിലും ജീവൻ പ്രകാശത്തിൻ്റെ സ്വഭാവ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നാണ് പഞ്ചേന്ദ്രിയങ്ങൾ വഴി സാധ്യമാവുന്ന പ്രവർത്തനങ്ങളിലൂടെ കാണാനാവുക. നിരന്തര ലഭ്യതയായ വായുവിനെ നിരന്തരമായി ഉപയോഗപ്പെടുത്തി വായുവിൻ്റെ കാരണ സൂക്ഷ്മ ഗുണങ്ങളെ ശ്വാസകോശം വഴി സ്വീകരിച്ച് ശരീരത്തിൻ്റെ എല്ലായിടത്തും എത്തിച്ച് ജീവൻ ജീവനിൽ തന്നെ നിറയ്ക്കുന്നു. നിരന്തരം ഉപയോഗപ്പെടുത്തുന്ന വായു എന്ന അനുഭവത്തിലൂടെ ജീവൻ വായുവിൻ്റെ കാരണ സൂക്ഷ്മ ഗുണമായും നിരന്തര വികാസം പ്രാപിക്കുന്നു. നിരന്തരം വായു വലിച്ചെടുത്ത് ഉപയോഗപ്പെടുത്തുന്നതിലൂടെ വായു എന്ന അവസ്ഥയ്ക്ക് കാരണമായ സൂക്ഷ്മ ഗുണങ്ങളാണ് ജീവനിൽ നിറയുന്നത്. ജീവൻ വായുവിൻ്റെ കാരണ സൂക്ഷ്മഗുണം ആയിത്തീരുക എന്ന പദ്ധതിക്കായി ശ്വാസകോശ സംവിധാനം വഴി കാലാന്തരത്തിൽ വായുമണ്ഡലത്തിൻ്റെ സൂക്ഷ്മഗുണവിശേഷങ്ങളെ അപ്പാടെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്ന സമ്പൂർണ്ണ ശേഷിയാർജിച്ച ജീവൻ പ്രതിനിധാനം ചെയ്യുന്നതായി വരുന്നു. ജന്മാന്തരങ്ങളിലൂടെ ജീവൻ എന്ന പ്രവർത്തനം പൂർണ്ണമാകണമെങ്കിൽ വായു എന്ന അവസ്ഥയുടെ നിർമ്മിതിക്ക് കാരണമായ ശക്തിയെയും ജീവൻ പൂർണ്ണമായും ഉൾക്കൊണ്ടേ മതിയാവും.
ഇക്കാരണത്താൽ ശ്വാസോച്ഛ്വാസ സംവിധാനം എന്നത് ജീവിയെ സംബന്ധിച്ചിടത്തോളം വായു എന്ന ഊർജ നിക്ഷിപ്താവസ്ഥയുടെ സൂക്ഷ്മശേഷിയെ ഉൾക്കൊണ്ടു നിൽക്കുന്ന ശരീരത്തിലെ പ്രാതിനിധ്യ രൂപം ആകുന്നു. വായുവും ഗന്ധവും ഭക്ഷണം എന്ന നിലയിൽ ശരീരങ്ങളുടെയും അല്ലാത്തവയുടെയുമൊക്കെ രുചിഭേദങ്ങളും സ്വന്തം ശരീരത്തിന് യോജ്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള ശേഷിയാർജിക്കലിനൊപ്പം അന്തരീക്ഷത്തിന്റെ വ്യതിയാനങ്ങളും അതിലൂടെ ലഭിക്കുന്ന അറിവുകളും ജീവന് സുരക്ഷിതത്വം മുൻകൂട്ടി ഉറപ്പിക്കുന്നതിന് സഹായകമാവുന്നു. മാത്രവുമല്ല, വായുചലനത്തിന്റെ ഭാവവൈവിധ്യങ്ങളിലൂടെ സംജാതമാവുന്ന അർത്ഥ വ്യതിയാനങ്ങളെ അപ്പാടെ പ്രകൃതിയുടെ അതിസൂക്ഷ്മ ശേഷീവിശേഷം എന്ന നിലയിൽ ജീവനിൽ നിക്ഷിപ്തമാക്കേണ്ടത് ഉള്ളതുകൊണ്ട് വിവിധ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന അനുഭവങ്ങളെ അവഗണിക്കാൻ വികാസം പ്രാപിക്കുന്ന ജീവന് ആവുമായിരുന്നില്ല. പ്രകൃതിയിൽ നിക്ഷിപ്തവും ലഭ്യവുമായ എന്തിൻ്റെയും സൂക്ഷ്മവിശേഷ വൈഭവങ്ങളെ ഉൾക്കൊണ്ട് അവിധമായ മുഴുവൻ ശേഷിയും ആർജിക്കേണ്ടത് ആയതുകൊണ്ട് വായുചലനം എന്ന ശബ്ദവിശേഷങ്ങളുടെ ഏതവസ്ഥയും അനുഭവിച്ചറിഞ്ഞ് ജീവനിൽ നിക്ഷിപ്തമാക്കുക എന്നതും ജീവന്റെ അനിവാര്യതയായിരുന്നു. കമ്പനഫലമായ ശബ്ദം സൃഷ്ടിക്കുന്ന വിശേഷതരമായ അനുഭവം ജീവനെ അതറിയാൻ വ്യഗ്രതയുള്ളത് ആക്കി തീർക്കുന്നു. ഇത് വായുകമ്പനം എന്ന ശബ്ദാവസ്ഥയുടെ പരിചയത്തിലേക്ക് ജീവനെ കൊണ്ടെത്തിക്കുന്നു. മുൻഭാഗത്ത് കണ്ണും മൂക്കും വായും നാവും ഏതു സമയത്തും പ്രവർത്തിക്കാവുന്ന വിധത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതിലൂടെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ആർജിക്കേണ്ടുന്ന അനിവാര്യമായ അവയവങ്ങളെല്ലാം ജീവരൂപത്തിന്റെ മുൻഭാഗത്ത് മാത്രമേ നിർമ്മിതമാവുന്നതിന് സാധ്യതയുള്ളൂ എന്ന് വ്യക്തമാവുന്നു. ഏതു ഭാഗത്തു നിന്നും ഉത്ഭവിക്കാവുന്നതാണ് ശബ്ദം എന്നതുകൊണ്ട് ശബ്ദത്തെ എല്ലായിടത്ത് നിന്നും സ്വീകരിക്കാനാവുന്ന വിധത്തിൽ ഒരവയവം അനിവാര്യമായിരുന്നു. അതുനിമിത്തം തലയിൽ തന്നെ എങ്കിലും ഇരുവശത്തുമായി ചെവി രൂപപ്പെട്ട് വരുന്നു. ജലജീവികളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളായ അന്യജീവികളുടെ സാമീപ്യത്തെ ചലന നിമിത്തം തിരിച്ചറിയാൻ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുക എന്നതിനേക്കാൾ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു വികസിതമായ സംവേദന അവയവമാണ് കൂടുതൽ യോജ്യമായിരുന്നത്. ജീവൻ വികസിച്ചതോടൊപ്പം സംജാതമായ ചെവി എന്ന ഈ ശബ്ദ സ്വീകരണ സംവിധാനം ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെ തന്നെയും ക്ഷോഭകരമായ സാഹചര്യങ്ങളിൽപ്പെട്ട് നശിക്കാത്ത വിധത്തിലും ആകേണ്ടിയിരുന്നു. സുരക്ഷിതത്വം അനിവാര്യതയായിരുന്നതിനാൽ ശബ്ദ സ്വീകരണം എന്ന പ്രവർത്തനം ശരീരത്തിന്റെ ബാഹ്യഭാഗത്ത് വരാതെ ഉള്ളിലായി സുരക്ഷിതമായി നിലവിൽ വന്നു. ഈ വിധത്തിൽ പ്രവർത്തിച്ചു നിൽക്കുന്ന ചെവി എന്ന അവയവം പ്രകൃതിയിലെ ചലന വൈവിധ്യങ്ങളെ ശബ്ദതരമായി തിരിച്ചറിഞ്ഞ് ജീവനിൽ അറിവെന്ന സൂക്ഷ്മതയായി നിറയ്ക്കുന്നതും ജീവനെ അതാക്കി മാറ്റുന്നതിനായി പ്രവർത്തിച്ചു നിൽക്കുന്ന ജീവന്റെ തന്നെ വൈഭവവും ആകുന്നു. ചെവി പ്രകൃതിയിലെ എല്ലാവിധ ശബ്ദങ്ങളുടെയും സ്വീകരണ കേന്ദ്രം എന്നതിലൂടെ ശബ്ദത്തിന്റെ പ്രതീക മഹാത്മ്യവും ആകുന്നു. ബാഹ്യരൂപമാകുന്ന ചെവിയും ഉള്ളിലേക്ക് വലിഞ്ഞ് സുരക്ഷിതമായിരിക്കുന്ന ശ്രവണേന്ദ്രിയവും ചേരുന്ന ചെവി എന്ന പ്രതിഭാസം ഭൂമിയും പ്രപഞ്ചമാകെ തന്നെയും സ്വയമായി തിരിച്ചറിയുന്ന ശബ്ദവിശേഷങ്ങൾ എന്ന അറിവിന്റെ തെളിവും ജീവന് ലഭിക്കുന്ന സമ്പാദ്യവും ആകുന്നു. ജീവൻ എന്ന സംഗമോർജത്തിന്റെ പ്രധാന ഘടകമായ വായു വഴിയുള്ള ശബ്ദത്തിന്റെ സ്വീകരണ ഉപാധി എന്ന പ്രവർത്തന വിശേഷമായി നിൽക്കുന്ന ചെവി യാതൊന്നും പുറത്തേക്ക് വിടുന്നതിനായി പ്രവർത്തിക്കുന്നില്ലെന്ന് കാണാവുന്നതാണ്. പുറത്തുനിന്നുള്ളതിനെ അറിവായി സ്വീകരിക്കുക എന്ന ധർമ്മം പ്രകൃതിയിലും ജീവനിലും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടി വരുന്നത്.
സകലതിനെയും സൂക്ഷ്മതരമായി ഉൾക്കൊള്ളേണ്ടത് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ജീവനും ബാഹ്യലോകത്തു നിന്ന് കേൾക്കുന്നതിനും അറിയുന്നതിനും അതിനൊത്ത് പ്രവർത്തിക്കുന്നതിനും ജന്മം കൊണ്ട് തന്നെ നിർബന്ധിതമായിരിക്കുന്നുവെന്നും ബോധ്യപ്പെടാൻ കഴിയുന്നു.